ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. കാരുണ്യവാനായ ദൈവം തൻ്റെ ദിവ്യമായ ദാനങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും നിറയ്ക്കുമാറാകട്ടെ. അവിടെ പരിശുദ്ധമായ സന്നിധിയിൽ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് ലോകരക്ഷകരയച്ച കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നേടിയ രക്ഷ എല്ലാ മനുഷ്യരിലേക്കും വ്യാപിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവ് സദാ നമ്മളെ നയിക്കുകയും പരിപാലിക്കുകയും നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് ജീവിച്ച പരിശുദ്ധ അമ്മ എപ്പോഴും നമുക്ക് സഹായവും മാധ്യസ്ഥമായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ അനുഭവം സകല ജനതകളും അറിയുവാനും ലോകം മുഴുവനും ആ രക്ഷയിലേക്ക് കടന്നു വരുവാനും പരിശുദ്ധ അമ്മയോട് നമുക്ക് സഹായം ചോദിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചനം തിരുവചന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ, ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് വലിയ കൃപ ഒഴുകുവാനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമുണ്ടാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. എല്ലാവരിലുമുള്ള ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്നും ഓർക്കുവാനും ആ ഒരു മനോഭാവത്തോടെ മറ്റുള്ളവരോട് പെരുമാറുവാനും നമുക്ക് സാധിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹപൂർവ്വം ആദരപൂർവ്വം അവരോട് പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലെ 10-ാം അധ്യായത്തിലെ 23-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമായി എടുക്കുന്നത്. 1 കൊറിന്തോസ് 10:23. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുന്നില്ല. ഏതൊരുവനും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തോടുമുള്ള നമ്മുടെ മനോഭാവമാണ് ഇത്. നിയമാനുസൃതമായിരിക്കാം, എന്നാൽ പ്രയോജനം ചെയ്യുന്നുണ്ടോ? അനുവാദമുള്ള കാര്യമായിരിക്കാം, എന്നാൽ പടുത്തുയർത്തുന്നുണ്ടോ? ആ സമൂഹത്തോട് പൗലോസ് ശ്ലീഹ അങ്ങനെ പറയാനുള്ളൊരു പ്രത്യേക കാരണം, നിയമപരമായി അനുവാദം കിട്ടിയിരിക്കുന്ന ഒത്തിരിയധികം കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടുന്നത് അത് നാശത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായിരുന്നു. കൊറിന്തോസ് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായി വളരെ അധപ്പതിച്ച ഒരു സമൂഹമായിട്ടാണ് പരിഗണിച്ചിരുന്നത്. പണം ധാരാളമുണ്ട്, അതുകൊണ്ട് ഒത്തിരി ചെലവാക്കുന്നുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്നും പല രീതിയിലുള്ള ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ആ ദേശത്ത് വരുന്നു, താമസിക്കുന്നു, കടന്നു പോകുന്നു. അങ്ങനെ മറ്റുള്ളവരുമായിട്ടുള്ള ഒത്തിരി സംസർഗമുള്ള ഒരു ദേശവും കൂടിയായിരുന്നു കൊറിന്തോസ്. എന്ന് മാത്രമല്ല, ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും അനുഭവിച്ച ഒരു ദേശമാണത്. ഉയർന്ന സാക്ഷരത, ശാസ്ത്രീയമായ ആഭിമുഖ്യങ്ങൾ, പ്രസംഗകലകളും പഠന കേന്ദ്രങ്ങളും,
സാമൂഹിക സമ്പർക്ക മാർഗങ്ങൾ എന്നിങ്ങനെ ആ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉയർന്ന നിലവാരമുള്ള ഒരു ദേശമായിരുന്നു കൊരിന്ത്യസ്. ഇതിലവർ അഭിമാനിച്ചിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നീതീകരിക്കുവാൻ വേണ്ടി, അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ന്യായീകരിക്കുവാൻ വേണ്ടി പല നിയമങ്ങളും അവരുണ്ടാക്കിയിട്ടുണ്ട്. പല അധാർമികതകളും അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ലൈംഗിക അധാർമികത അത് വളരെ വ്യാപകമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കൊറിന്തോസുകാരനാവുക എന്ന വാക്കിന് വ്യഭിചാരത്തിൽ ഏർപ്പെടുക എന്നുപോലും അവരുടെ നിഘണ്ടുവിൽ അർത്ഥം കൊടുത്തിരുന്നു. പത്രമാത്രം ആ ഒരു മേഖലയെക്കുറിച്ച് വളരെ വികലമായ മ്ലേച്ഛമായ നിലവാരമോ അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, ഒത്തിരി ദേവീദാന്മാരുടെ നാടാണത്, ഒത്തിരി പ്രതിഷ്ഠകളുള്ള ദേശമാണത്. അപ്പം അങ്ങനെ ഇത്തരത്തിലുള്ള കാരണങ്ങളാൽ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ ന്യായീകരിക്കാൻ വേണ്ടി, ഇന്ന ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ഇന്ന ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അത്തരത്തിലുള്ള ചില നിലപാടുകൾ അവരെടുത്തതുകൊണ്ട് അവർ ചെയ്യുന്ന ഏതു തിന്മയുടെ പ്രവൃത്തികളെയും അധാർമിക പ്രവൃത്തികളെയും അവർക്ക് ന്യായീകരിക്കാൻ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറയും അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്, അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ മറച്ചുവെക്കാനോ നീതീകരിക്കുവാനോ അതിൽ തുടരുവാനോ ഉള്ള ഒരു പ്രവണതയുള്ളതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾക്ക് അനുവദിച്ച കാര്യമായിരിക്കാം, പക്ഷെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹമായി മാറുന്നുണ്ടോ? നിങ്ങൾക്ക് അനുവാദം കിട്ടിയ കാര്യമായിരിക്കാം, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആത്മീയമായി അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ടോ? അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അനുവാദമുള്ളവയായിരിക്കാം, സമൂഹം അംഗീകരിച്ച കാര്യമായിരിക്കാം. പക്ഷെ വ്യക്തിപരമായി നമ്മൾ ആത്മശോധന ചെയ്യണം, അതെന്നെ ആത്മീയമായ രീതിയിൽ വളർത്തുന്ന കാര്യമാണോ? എൻ്റെ കുടുംബത്തിന് അത് നന്മ വളർത്തുന്ന കാര്യമാണോ? അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നന്മ തിന്മകളെ പരിശോധിച്ച് കാര്യങ്ങളെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയുള്ളതാണോ? എൻ്റെ തീരുമാനങ്ങളെല്ലാം ദൈവമഹത്വം നൽകുന്നതാണോ? ദൈവത്തിന് മഹത്വം നൽകുന്നതാണോ? സമൂഹത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യമാണോ എന്ന് നമ്മൾ ചോദിക്കണം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യമാണ്, മറ്റുള്ളവർക്ക് മാതൃകയായി തീരുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, എല്ലാവരും ചെയ്യുന്നതല്ലേ ഞാനും ചെയ്യുന്നു, നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല, അതുകൊണ്ട് ചെയ്യുന്നതിന് കുഴപ്പം, ഞാൻ എന്തിനാ മാറി നിൽക്കുന്നത്, ഞാൻ അന്യായമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെ നമുക്ക് പൊതു രീതിയിൽ ചിന്തിക്കാമെങ്കിലും വ്യക്തിപരമായിട്ട് നമ്മൾ പരിശോധിക്കണം, ഇതെന്നെ ആത്മീയമായിട്ട് സഹായിക്കുന്ന കാര്യമാണോ? ഇതെൻ്റെ കുടുംബത്തിൽ നന്മയുണ്ടാക്കുന്ന കാര്യമാണോ? ഇതെൻ്റെ സമൂഹത്തിൽ എന്തെങ്കിലും പടുത്തുയർത്തുന്ന കാര്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളതിൻ്റെ ന്യായീകരണത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. എല്ലാവരും ജീവിക്കുന്ന പോലെ ഞാനും ജീവിക്കുന്നു, തെറ്റാണ്. എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ അതിലെല്ലാം ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സങ്ങനെ തോന്നിപ്പിച്ചിരിക്കുന്നു, എനിക്കങ്ങനെ തോന്നുന്നു, എൻ്റെ ബുദ്ധി അങ്ങനെ ഉപദേശിക്കുന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞ് പല കാര്യങ്ങളെയും നമ്മൾ ന്യായീകരിക്കാറുണ്ട്. നമ്മൾ ചെയ്ത തെറ്റുകളെ, നമുക്ക് തെറ്റിപ്പോയ കാര്യങ്ങളെ അതിന് നീതീകരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില വാദമുഖങ്ങൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അതൊന്നും ആത്മീയമായിട്ട് നമ്മളെ വളർത്തുന്ന കാര്യമാണോ എന്ന് നമ്മൾ നോക്കാറില്ല. കൂട്ടുകാരെല്ലാം മദ്യപിക്കുന്നുണ്ട്, മദ്യപാനം വലിയ കുഴപ്പമാണോ? എല്ലാവരും കുടിക്കുന്നില്ല, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ, അല്പം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട്, അച്ഛാ ഞങ്ങൾ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ ചെയ്യുന്ന പോലെ, മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന പോലെയുള്ള പ്രവൃത്തികളല്ല ഒരു ദൈവ മനുഷ്യൻ എന്ന നിലയിൽ, ദൈവത്തിൻ്റെ മകനെന്ന നിലയിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളെന്ന നിലയിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവത്തോടാണ് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത്, സമൂഹത്തിൻ്റെ പൊതു സ്വഭാവത്തോടല്ല, സമൂഹത്തിൻ്റെ പൊതു രീതിയോടല്ല. ദൈവത്തിന് ഹിതത്തിന് ചേരാത്ത കാര്യമാണ് സമൂഹത്തിൽ നടമാടുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ തീരുമാനങ്ങളാണ് സമൂഹത്തിലുണ്ടാകുന്നതെങ്കിൽ അത് അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തോടാണ് നമ്മൾ ചോദിക്കേണ്ടത്, ദൈവമഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്.
ഇപ്പോൾ ചില ആളുകൾ ഇപ്പോഴും പാപത്തിൽ പെടുന്നു, അതിൽപ്പെട്ട് തുടരുന്നു. അതിന് കാരണം അവരെ സ്വാധീനിക്കുന്ന വ്യക്തികൾ, മാതൃകയാകേണ്ട വ്യക്തികൾ, നിയന്ത്രിക്കേണ്ട വ്യക്തികൾ, നയിക്കേണ്ട വ്യക്തികൾ പാപസ്വഭാവത്തിൽ കഴിയുന്നു. അപ്പൻ മദ്യപിക്കുന്നു, പിന്നെ മകന് മദ്യപിച്ച എന്താ കുഴപ്പം? അമ്മ അങ്ങനെ പറയുന്നു, പിന്നെ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞ എന്താ കുഴപ്പം? അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ നിലപാടുകളാണ്. അത് ശരിയാണെങ്കിലും പൗലോസ്ലീഹായുടെ ഈ വാക്യം നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നെ സഹായിക്കുന്ന കാര്യമാണോ? അപ്പൻ ചെയ്യുന്ന കാര്യം മകൻ ചെയ്യണമെന്നില്ല, അപ്പൻ ചെയ്യുന്ന കാര്യം മക്കൾ തുടരണമെന്നില്ല. അത് എന്നെ ആത്മീയമായിട്ട് വളർത്തുന്ന കാര്യമാണെങ്കിൽ, മറ്റൊരു കുടുംബം ചെയ്ത കാര്യം എൻ്റെ കുടുംബത്തെ സംഭവിക്കണമെന്നില്ല, അത് എൻ്റെ കുടുംബത്തെ പടുത്തുയർത്തുന്ന കാര്യമാണെങ്കിൽ, എൻ്റെ കുടുംബത്തെ കുറേയും കൂടെ നന്മയിലേക്ക് നയിക്കുന്ന കാര്യമാണെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അച്ചോ ഞാൻ കുറേ നാളായി മദ്യപിക്കുന്നു, പക്ഷേ ലിമിറ്റ് വിട്ട് കഴിക്കാറില്ല, ആർക്കും ഒരു ഉപദ്രവവുമില്ല, വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു. ചിലപ്പോൾ അവിടെ കൂടെ അവരുടെ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ അവർ പറയും, അച്ഛാ വേറെ കുഴപ്പമൊന്നുമില്ല, അല്പം കഴിച്ച് സ്വസ്ഥമായി കടന്നുറങ്ങിക്കോളും. അവരോടൊക്കെ ഞാൻ ചോദിക്കുന്നത് ഇതേ വചനം തന്നെയാണ്. നിങ്ങൾ അല്പം മദ്യപിച്ചാലും കൂടുതൽ മദ്യപിച്ചാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബുദ്ധി കൂടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരോഗ്യം കൂടിയിട്ടുണ്ടോ? നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത കൂടിയിട്ടുണ്ടോ? ആത്മീയമായിട്ട് നിങ്ങൾക്ക് വളരാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ അടിസ്ഥാനപരമായി ഈ 5 കാര്യങ്ങളിൽ യാതൊരു മാറ്റമോ യാതൊരു ഗുണമോ ഇല്ലാതെ അതിലുപരിയായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം അത് നഷ്ടമാണ്, നാശമാണ്, തകർച്ചയാണ്. അപ്പം അതുകൊണ്ട് ലിമിറ്റുണ്ടോ അനുവദിക്കപ്പെട്ടോ എന്നുള്ളതല്ല, അത് എനിക്ക് ഉപകാരപ്രദമാണോ എന്നുള്ളതാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത്. ചില ഭക്ഷണ സാധനങ്ങൾ, ചില വസ്തുക്കളുടെ ഉപയോഗം, ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധം, ഇത് എത്രമാത്രം എന്നെ ആത്മീയമായിട്ട് വളർത്തും, ഇത് എത്രമാത്രം എന്നെ ദൈവത്തിലെങ്കിലും ഘടിപ്പിക്കും, ഇത് എത്രമാത്രം എന്നിൽ കൂടുതൽ നന്മയുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്, അവയെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം സങ്കടകരമായി തന്നെ പറയുകയാണ്, ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്നും ഒരു രക്ഷകനെ, കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. ഇപ്പോൾ ലജ്ജാകരമായതിൽ മുഴുകുന്നു, പാപകരമായതിൽ അവർ ലയിക്കുന്നു, ഭൗമികമായത് മാത്രം ചിന്തിക്കുന്നു. അപ്പോൾ ഭൗമികമായി ഭൗതികമായി ലാഭനേട്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം, അതല്ല നമ്മുടെ വിഷയം. അതെന്നെ ആത്മീയമായിട്ട് ഉയർത്തുന്നുണ്ടോ, ആത്മീയമായിട്ട് എന്നെ സഹായിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ മനസ്സ് തിരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്ര നാൾ നമ്മൾ ജീവിച്ചു, നമ്മൾ പല കാര്യങ്ങളും ചെയ്തു, പതരായി തീർന്നതിലും കൂടുതൽ കതിരല്ല, പാഴായിപ്പോയതാണ് അധികവും. ഫലവത്തില്ലാത്ത കാര്യങ്ങൾ, നന്മയില്ലാത്ത കാര്യങ്ങൾ, ഗുണകരമല്ലാത്ത കാര്യങ്ങൾ എത്രയോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, എത്രയോ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്, എത്രയോ നല്ലതല്ല തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റേതായ ചില ന്യായീകരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ അതിൻ്റെ പരിണതഫലം അത് വ്യക്തിക്കോ സമൂഹത്തിനോ കുടുംബത്തിനോ ഗുണകരമല്ല എന്ന് നമുക്ക് ഓർക്കാം. ഭവനത്തിൽ സംസാരിക്കുന്നു, അത് എത്രമാത്രം കുടുംബാംഗങ്ങളെ നന്മയിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മുടെ സംസാരം കേട്ട് മറ്റുള്ളവർ നന്മയിലേക്ക്, വിശുദ്ധിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സംസാരം വഴിയായി മറ്റൊരു വ്യക്തിയിലേക്ക് നല്ല ചിന്തകൾ കടത്തിവിടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടപെടൽ വഴിയായിട്ട് മറ്റൊരു വ്യക്തിയിൽ നല്ല തീരുമാനമെടുക്കാൻ നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ടോ? എങ്കിൽ അത് പടുത്തുയർത്തുന്നതാണ്, വ്യക്തിയെ പടുത്തുയർത്തുന്നതാണ്, കുടുംബത്തെ പടുത്തുയർത്തുന്നതാണ്, ബന്ധങ്ങളെ പടുത്തുയർത്തുന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ഒരു പരാതിയാണ് തൊട്ടതിനും പിടിച്ചതിനും കുറ്റം പറയുക. ശരിയാണ് പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള സംസാരം നമ്മുടെ കുടുംബ ബന്ധത്തിൽ നാശം വരുത്തുകയാണ്. എന്തു പറഞ്ഞാലും കുറ്റം, എന്തു ചെയ്താലും കുറ്റം, നെഗറ്റീവ് മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ ചില വ്യക്തികൾ പറയും, എന്നെ ആർക്കിഷ്ടമല്ല, ഞാൻ എന്ത് ചെയ്താലും ഒരു കുറ്റം കണ്ടുപിടിക്കുക. അപ്പോൾ ആ വ്യക്തി ആലോചിക്കേണ്ടത്, ആ വ്യക്തിക്ക് മറ്റുള്ളവരോട് ഇഷ്ടമുണ്ടോ? മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടാകുന്ന കാര്യമാണ് ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്ന കാര്യമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്നെ മറ്റുള്ളവർ ഒഴിവാക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പം തന്നെ
മറിച്ചും കൂടെ ചിന്തിക്കണം, ഞാൻ സ്വയം ഒഴിവാകുകയാണോ? മറ്റുള്ളവർക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ ഞാൻ ആത്മശോധന ചെയ്യണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണോ? അപ്പോൾ എപ്പോഴും കുടുംബത്തിൽ ഈ കുറ്റങ്ങളും കുറവുകളുമാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബാന്തരീക്ഷം പോലും ആ ഒരു നെഗറ്റീവ് ഫീലിങ്ങിലാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അറിയാം, അവിടെ ഇരിക്കുമ്പോൾ തന്നെ അറിയാം. അപ്പം അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ ഉയർത്തുന്ന, നവീകരിക്കുന്ന, ശുദ്ധീകരിക്കുന്ന, പൗലോസ് പറയുന്ന പോലെ പടുത്തുയർത്തുന്ന കാര്യങ്ങളിലേക്ക് വേണം നമ്മൾ കടന്നു വരുവാൻ വേണ്ടി. കൊളോസ്യ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ, ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പടുത്തുയർത്തുന്ന വാക്കുകളാണ്, സഹായിക്കുന്ന വാക്കുകളാണ്. ഇപ്പോൾ നിങ്ങളുടെ മക്കൾ പഠിച്ചു വന്നു, അവർക്ക് മാർക്ക് കിട്ടി, അവരൊരു വാക്ക് പറഞ്ഞ് അഭിനന്ദിച്ചാൽ തീർച്ചയായിട്ടും അതവർക്ക് പടുത്തുയർത്തുന്ന കാര്യമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളി രാവും പകലുമില്ലാതെ അധ്വാനിച്ചു വരുന്നു, ക്ഷീണിച്ചു വരുന്ന ആ വ്യക്തിയോട്, ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയുന്നത് അവരെ പടുത്തുയർത്തുന്ന വാക്കുകളാണ്. മറിച്ച് അവർ ചെയ്ത ഒത്തിരിയധികം നന്മകളെ മാറ്റിവെച്ച് അത് ശ്രദ്ധിക്കാതെ എന്തെങ്കിലും കുറവുണ്ടായാൽ അതിനെ കുറ്റം പറയുന്ന, ഏതൊരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞു പോയാൽ അതുമാത്രം പറഞ്ഞ് മക്കളെ വിഷമിപ്പിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് പടുത്തുയർത്തുന്ന കാര്യങ്ങളല്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ, മറുപടി പറയുമ്പോൾ ശ്രദ്ധാപൂർവമായിരിക്കണം, കരുണാമസൃതമായിരിക്കണം, വാത്സല്യത്തോടെ ആയിരിക്കണം, നന്മ നിറഞ്ഞ കാര്യങ്ങളായിരിക്കണം പറയേണ്ടത്. നന്മ നിറഞ്ഞ കാര്യങ്ങൾ പറയുന്ന കുടുംബത്തിൽ നന്മയിലാണ് അവർ വളരുക. നന്മ പറയുന്ന ബന്ധങ്ങളാണെങ്കിൽ അത് വിശുദ്ധീകരിക്കപ്പെട്ടു പോകുന്ന ബന്ധങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കാം. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, അവസ്ഥകൾ മനസ്സിലാക്കി, ഉദാഹരണം നിങ്ങളുടെ മക്കൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, ശരിയാ മാർക്ക് കുറഞ്ഞു, ഉഴപ്പി തന്നെ ആയിരിക്കണമെന്നില്ല. ഒരുപക്ഷെ പരീക്ഷ ദിവസങ്ങൾ അവർക്ക് വേറെ എന്തെങ്കിലും അസ്വസ്ഥത, എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ട്, ഇനി അവർ പഠിച്ചു പോയി, അവർക്ക് ഓർക്കാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെ പലതും സംഭവിക്കാം. അപ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, വ്യക്തികളുടെ അവസ്ഥ മനസ്സിലാക്കി മറുപടി കൊടുക്കുവാൻ നമ്മൾ പരിശീലിക്കണമെന്നാണ് പൗലോസ് പറയുക. അങ്ങനെയുള്ള മറുപടികൾ തീർച്ചയായിട്ടും ആ വ്യക്തികളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്, ഉയർത്തുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, ആൾക്കാർ പറയുന്നു, സത്യം ഞാൻ വിളിച്ചു പറയും. നല്ല കാര്യമാണ്, സത്യം വിളിച്ചു പറയണം. അതാരോടാണ് പറയേണ്ടത്, എപ്പോഴാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്? അതുപോലെ തന്നെ ആ വ്യക്തി ആത്മശോധന ചെയ്യണം. ഈ സത്യമെല്ലാം ഗ്രഹിക്കാനുള്ള പ്രാപ്തിയുണ്ടോ? സത്യം അത് തന്നെയാണോ? മുഖത്ത് നോക്കി ഞാൻ സത്യം വിളിച്ചു പറയും. ഇവിടെ പൗലോസ് പറയുക, ഹൃദ്യമായ രീതിയിൽ പറയുക. സത്യം വിളിച്ചു പറയാം ഹൃദ്യമായ രീതിയിൽ. അത് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ, സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കുവാൻ. അതൊക്കെയാണ് നമ്മുടെ ബന്ധങ്ങളെയും കുടുംബത്തെയും ഒക്കെ ഉയർത്തുന്ന, പടുത്തുയർത്തുന്ന കാര്യങ്ങൾ, പ്രയോജനകരമായ കാര്യങ്ങൾ നമ്മൾ ഓർക്കാം. മക്കളെ ശാസിക്കാനും ഉപദേശിക്കുവാനും നിയന്ത്രിക്കുവാനും ഒക്കെ മാതാപിതാക്കന്മാർക്ക് അവകാശമുണ്ട്, ഒരു സംശയമില്ല. ആ അധികാരം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ നന്മ കാംക്ഷിച്ചിട്ടാണോ? നിങ്ങളുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയാണോ? നിങ്ങളുടെ അനിഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണോ? മക്കളുടെ പേരിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്, ആധിപത്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മക്കളെ ക്രൂരമായി ശിക്ഷിക്കുന്നവരും ശാസിക്കുന്നവരും പരിഹസിക്കുന്നവരുമുണ്ട്. കൊളോസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, മാതാപിതാക്കന്മാരോട് പറയാണ്, പിതാക്കന്മാരെ നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്, പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷകരാകും. ഉന്മേഷം നഷ്ടപ്പെട്ടു പോവും, അവർ വളരുന്നില്ല, പ്രയോജനകരമല്ല, പടുത്തുയർത്തുന്നില്ല. അപ്പോൾ മാതാപിതാക്കന്മാർ, പ്രത്യേകിച്ച് പിതാക്കന്മാരെ, നിങ്ങൾ മക്കളെ ശാസിച്ചോളൂ, വഴക്ക് പറഞ്ഞോളൂ, ഉപദേശിച്ചോളൂ, നിങ്ങൾക്ക് അവകാശവും അധികാരമുണ്ടെങ്കിൽ ശിക്ഷിച്ചോളൂ. പക്ഷേ അത് മക്കളെ ഉയർത്താൻ വേണ്ടിയായിരിക്കണം, അവരെ വളർത്താൻ വേണ്ടിയായിരിക്കണം എല്ലാ രീതിയിലും. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, പല മാതാപിതാക്കന്മാരുടെയും പ്രത്യേകിച്ച് അപ്പന്മാരുടെ പ്രവൃത്തികൾ മക്കളെ ഒത്തിരി വേദനിപ്പിക്കുന്ന പ്രവൃത്തികളാണ്. മക്കളെ ശരിക്കും പീഡിപ്പിക്കുന്ന പ്രവൃത്തികളാണ്, ഉപദ്രവിക്കുന്ന പ്രവൃത്തികളാണ്. അവരുടെ ചില വാക്കുകൾ മതി മക്കൾ തകർന്നു പോകാൻ, അവരുടെ ചില തീരുമാനങ്ങൾ മതി മക്കളുടെ ഭാവി മുഴുവൻ നശിച്ചു പോകാൻ വേണ്ടി. ഒരിക്കൽ ഒരു സ്ഥലത്ത് കുട്ടികളെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ആദ്യ ദിവസം ധ്യാനം കഴിഞ്ഞ്
വൈകുന്നേരം ഞങ്ങൾ നടക്കാൻ പോവാം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു സഹോദരൻ, അവന് സ്കിറ്റ് അവതരിപ്പിക്കാൻ ഞങ്ങളുടെ കൂടിയ വ്യക്തിയാണ്. അപ്പോൾ നടന്നു പോകുമ്പോൾ അവൻ പറഞ്ഞു 28 വയസ്സുള്ളപ്പോൾ അവൻ 8 കുത്തുകേസിൽ പ്രതിയാണ്. കള്ളക്കടത്ത് കേസുകൾ ഒത്തിരിയുണ്ട്, മരം വെട്ട്, ചന്ദനം മറക്കൽ, ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് അവൻ പറയുക, എനിക്കെന്നാൽ ഒരു കാര്യം സാധിച്ചു കിട്ടിയില്ല. എന്ന് വെച്ചാൽ എന്താണത്? എൻ്റെ അപ്പനെ എനിക്ക് തട്ടാൻ പറ്റിയില്ല. അവൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ പറയാൻ കാരണം? ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോഴും എനിക്ക് എൻ്റെ അപ്പനോട് ഭയങ്കരമായ കലിപ്പായിരുന്നു. അപ്പനെ കൊല്ലണമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു കാരണം പറഞ്ഞതാണ്, 4ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കൂട്ടുകാരന്മായിട്ട് ഇവൻ ചെറിയ വഴക്കുണ്ടാക്കി. അത് വീട്ടിലറിഞ്ഞു. അപ്പൻ ഇവനെ പിടിച്ചു. ശാസിക്കുക മാത്രമല്ല, കഠിനമായി ശിക്ഷിച്ചു. ശിക്ഷണ രീതി ഭയങ്കര പ്രാകൃതമാണ്. മുള്ളുമുരിക്കൊണ്ട് അതിൻ്റെ ആ മുള്ള് ഉരിഞ്ഞെടുത്തിട്ട് അത് മണ്ണ് വെച്ച് മുള്ള് മുകളിലേക്കായി ഇവൻ അതിൻ്റെ മേലെ മുട്ടുകുത്തിക്കും. എന്നിട്ട് വടിയെടുത്ത് അടിക്കും. ഓരോ അടി കിട്ടിയിട്ട് അവൻ എഴുന്നേക്കണം, പിന്നെ മുട്ടുകുത്തണം. ഇങ്ങനെ ഒത്തിരി സമയം ഈ കൊച്ചിനെ തല്ലുക മാത്രമല്ല, ഈ മുള്ളയിലേക്ക്, ഈ ചെറിയ ക്ലാസ് പഠിക്കുന്ന കുഞ്ഞാണല്ലോ, അത് കുത്തി നിൽക്കുകയാണ്. അപ്പം അന്ന് മുതൽ ഇവൻ അപ്പനോട് തോന്നിയ കലിപ്പാണ്, വെറുപ്പാണ് അപ്പനെ കൊല്ലുക എന്നുള്ളത്. അപ്പന് ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ ആ മകനെ ശിക്ഷിച്ച് നന്നാകാനായിരിക്കാം. പക്ഷേ ആ ശിക്ഷ എത്ര ക്രൂരമാണ്, എത്ര മൃഗീയമാണ് എന്ന് മാത്രമല്ല, അത് അവനിൽ സൃഷ്ടിച്ചതെന്താണ്. പക്ഷെ പിന്നീട് ഞങ്ങളുടെ കൂടെയൊക്കെ വരുമ്പോൾ അവൻ നല്ലതായി. അപ്പനും അമ്മയും അവൻ ഒന്നിച്ചാണ് കഴിയുക. അവരെല്ലാം അവിടെ ഡിവൈനിപ്പ് ധ്യാനം കൂടി, വലിയ മാനസാന്തര അനുഭവം ഉണ്ടായി. അപ്പൻ്റെ മദ്യപാനം ദുശ്ശീലമെല്ലാം വിട്ടു. വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നുണ്ട് ആ സമയത്ത്. പക്ഷെ അവൻ പറയുകയാണ്, എൻ്റെ മനസ്സിലെ ആഗ്രഹം അപ്പനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു. അപ്പസ്തോലൻ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മക്കളെ ശാസിക്കുക, പക്ഷെ കോപമുണ്ടാക്കരുത്. ആ മക്കൾക്ക് വളരാൻ പറ്റില്ല. പല മക്കളുടെയും കഴിവുകൾ മുരടിച്ചു പോകാനുള്ള കാരണം മാതാപിതാക്കന്മാർ അവരെ വളർത്താത്തതുകൊണ്ടാണ്. പല കുടുംബത്തിലും മക്കൾക്ക് നന്മയെ വളരാത്തതിൻ്റെ കാരണം മാതാപിതാക്കന്മാർ ആ സാഹചര്യം ഒരുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമായിരിക്കണം, പ്രയോജനകരമായിരിക്കണം. ഇപ്പോൾ മാതാപിതാക്കന്മാർ കുട്ടികളെ കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട പരാതി മുഴുവൻ സമയം ടി വിയുടെ മുമ്പിലാണ്. കമ്പ്യൂട്ടർ കളിച്ചുകൊണ്ടിരിക്കുന്നു, മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പിള്ളേരത് കേട്ട് കുനിഞ്ഞിരിക്കും. സത്യമാണ്. ഞാൻ ടി വി കാണണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, സിനിമ കാണണ്ടെന്ന് പറഞ്ഞിട്ടില്ല, മൊബൈൽ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ ചോദിക്കും, ഈ സിനിമ കണ്ടതുകൊണ്ട്, ഈ മൊബൈൽ ഉപയോഗിച്ചതുകൊണ്ട്, ഈ ടി വി ഒത്തിരി കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? പഠിക്കുന്ന ഈ പ്രായത്തിൽ നിങ്ങൾ ടി വിയും മൊബൈലും സിനിമയൊക്കെ ഒത്തിരി കണ്ടും കേട്ടും ഉപയോഗിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ പഠനത്തെ സഹായിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് 1 മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ ഈ സീരിയൽ കണ്ടിട്ട്, ടി വി കണ്ടിട്ട്? ഇല്ല. ഉടനെ ഞാൻ ഉദാഹരണം പറയും, ഫ്രാൻസിസ് മാർപ്പാപ്പ. അത് ഇത് 27ാമത്തെ വർഷമാണ് ടി വി കാണാതിരുന്നിട്ട്. പലർക്കും അറിയാമത്. അതിന് 25 വർഷമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, 25 വർഷം മുമ്പ് മാതാവിനോട് ഒരു വാഗ്ദാനം കൊടുത്തതാണ്, ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അത് സാധിക്കും, ടി വി കാണില്ല എന്ന്. മാർപ്പാപ്പയ്ക്ക് അറിവിൻ്റെ കുറവൊന്നുമില്ല. എത്ര വിശുദ്ധനായ മനുഷ്യനാണ്, ശ്രേഷ്ഠനായ മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് ടി വി കാണാൻ അനുവാദമുണ്ട്, സിനിമ കാണാൻ അനുവാദമുണ്ട്, മൊബൈൽ ഉപയോഗിക്കാൻ അനുവാദമുണ്ട്, വാഹനം ഉപയോഗിക്കാൻ അനുവാദമുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് അനുവാദമുണ്ട്. പൗലോസ് പറയുന്ന പോലെ നിയമാനുസൃതമായിരിക്കാം, പക്ഷെ അത് പ്രയോജനകരമാണോ? അനുവദനീയമായിരിക്കാം, പക്ഷെ അത് പടുത്തുയർത്തുന്നുണ്ടോ? ദൈവിക നന്മയിലേക്ക്, വ്യക്തിയുടെ വിശുദ്ധിയിലേക്ക്, കുടുംബത്തിൻ്റെ ഐക്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ദൈവം അനുവദിച്ച കാര്യങ്ങളാണ്. അത് നമുക്ക് ചെയ്യാം. അല്ലാത്തത്, അനുഗ്രഹമല്ലാത്തത് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ വലിയ ആളായിരുന്നിട്ടും ആത്മീയമായിട്ട് ഒത്തിരി വളർന്ന വ്യക്തിയാണെങ്കിലും മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുകയാണ്. ചില ആവശ്യങ്ങളെ, ചില ആഗ്രഹങ്ങളെ, ചില അനുവാദങ്ങളെ വേണ്ടെന്ന് വെക്കുക. നമുക്കൊന്നും ചെയ്യാൻ ആരും ഒന്നും പറയാനില്ല. പക്ഷേ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ വേണ്ടി, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാൻ വേണ്ടി ഞാനത് വേണ്ടെന്ന് വെക്കുന്നു. ഈ ഒരു പരിത്യാഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അനശ്വരമായതിനു വേണ്ടിയും ഞാൻ ഓടുന്ന ലക്ഷ്യമില്ലാതെയുമല്ല, മുഷ്ടിപ്രയോഗം നടത്തുന്ന വെറുതെയല്ല, ആത്മനിയന്ത്രണം പാലിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒത്തിരി കാര്യങ്ങളിൽ ആത്മനിയന്ത്രണം നമുക്ക് പാലിക്കണം. നമ്മുടെ ജീവിത വിശുദ്ധിക്ക് വേണ്ടി,
നന്മയുണ്ടാകാൻ വേണ്ടി, ഈ ലോകത്തിന് നന്മ കിട്ടാൻ വേണ്ടി നമുക്കാവുന്നവർ, സാധിക്കുന്നവർ, പ്രാപ്തിയുള്ളവർ ഒത്തിരി കാര്യങ്ങൾ നിയന്ത്രണം പാലിച്ചു കഴിയുമ്പോൾ നമ്മൾ മാത്രമല്ല, അതിൻ്റെ പുണ്യങ്ങൾ അനേകം പേർക്ക് കിട്ടും. അതുകൊണ്ട് നന്മയായിട്ടുള്ളത് പറയുവാൻ, ശ്രേഷ്ഠമായിട്ടുള്ളത് ചെയ്യുവാൻ, ദൈവം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അല്ലാത്തത് ഉപേക്ഷിക്കുവാനുള്ള തൻ്റെ ഇടവും ധൈര്യവും നമുക്കുണ്ടാകട്ടെ. ആമേൻ.